കേരളത്തിൽ ഓണക്കാലത്ത് വീടുകൾ തോറും കയറിയിറങ്ങി അനുഗ്രഹം ചൊരിയുന്നവരാണ് ഓണപ്പൊട്ടന്മാർ. ഓണപ്പൊട്ടന്മാരായി വേഷം കെട്ടുന്ന ഓണേശ്വരന്മാരെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ചമയങ്ങൾ അണിയിച്ചൊരുക്കുന്ന കലാകാരന്മാർ ആണ് കോഴിക്കോട് ഉള്ളിയേരിയിലെ ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കർ. റിപ്പോർട്ടിലേക്ക്. ഉത്തര കേരളത്തിൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓണത്തോടനുബന്ധിച്ച് തെയ്യരൂപത്തിലാണ് ഓണേശ്വരൻ അവതരിക്കുന്നത്. മലയ സമുദായക്കാർക്ക് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം. ഓണത്തെയ്യത്തെ പോലെ ചിങ്ങത്തിലെ ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് ഓണേശ്വരൻ വീടുതോറും കയറിയിറങ്ങുന്നത്. മുഖത്ത് ചായയും കുരുത്തോലക്കുടയും കൈതനാരുകൊണ്ട് തലമുടിയും കിരീടം, കൈവള, പ്രത്യേക രീതിയിലുള്ള ഉടുപ്പ് എന്നീ ആടയാഭരണങ്ങളുമാണ് വേഷവിധാനം. കാൽ നിലത്തുറപ്പിക്കില്ല. താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ദക്ഷിണയായി അരിയും പണവുമാണ് ലഭിക്കാറ്. മണിയൊച്ചയും ഓണം വരുന്നു എന്ന സന്ദേശവും നൽകാറുണ്ട്. കോഴിക്കോട് ഉള്ളിയേരി ഉള്ളൂർ സ്വദേശിയായ രജീഷ് പണിക്കരുടെ വീട്ടിലും ഓണക്കാലമായാൽ തിരക്കാണ്. പനയോലയും മുളയും കൊണ്ട് ഓലക്കുട ഉണ്ടാക്കാനും ഓണേശ്വരന്മാർക്കായി കിരീടം ചമക്കാനും 32 വർഷമായി അദ്ദേഹം ഓണേശ്വരനായി വീടുകൾ തോറും സഞ്ചരിക്കുകയും ചെയ്യുന്നു. സംസ്ഥാന ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയാണ്. ഈ ഓണപ്പൊട്ടൻ്റെ വരവ് പ്രധാനമായും മണി, ഓലക്കുട എന്നിവ കയ്യിലേന്തിയിട്ടാണ്. അതുപോലെ ഞാൻ ഈ തെയ്യം ഫീൽഡിൽ 36 വർഷത്തെ അനുഭവത്തിൽ കേരള സർക്കാർ ഫോക്ലോർ അവാർഡ് തന്ന് എന്നെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഈ പരിപാടി വളരെ ചിട്ടവട്ടത്തോടുകൂടി കൃത്യനിഷ്ഠതയോടുകൂടി പാരമ്പര്യ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അന്യം നിന്നു പോകുന്ന ഓലക്കുട മുതൽ ഓണക്കിരീടം വരെ രജീഷ് പണിക്കരുടെ കൈകളിൽ ഭദ്രമാണ്. ചിങ്ങമാസം വന്ന രജീഷ് പണിക്കർക്ക് ഓലക്കുടയും കിരീടത്തിൻ്റെയും തിരക്കാണ്. ഓണേശ്വരന്മാർക്കുള്ള കിരീടങ്ങളും ചമയങ്ങളും ഇദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇതിനെ വളരെ സന്തോഷത്തോടു കൂടി ആചാരത്തോടു കൂടി വരവേൽക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഓണപ്പൊട്ടം കിട്ടുന്നുണ്ട്. സഹായികളായി ഭാര്യ ബിജിലയും മക്കളായ ഹരിനാരായണനും ഗൗരിലക്ഷ്മിയും ഇദ്ദേഹത്തോടൊപ്പം സഹായത്തിനുണ്ട്. കൂടാതെ തുടർച്ചയായ 32ാമത്തെ വർഷവും ഓണേശ്വരനായി വീടുകളിൽ സഞ്ചരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ഉള്ളിയേരിയിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയ രാകേഷിനോടൊപ്പം നസീർ ബാബു, DD ന്യൂസ്, കോഴിക്കോട്.